എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. അടുത്ത റെസിപ്പിയായ കായ വറുത്തതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വർഷത്തെ ഓണം കുക്കിംഗ് സീരീസിൽ 25ഓളം ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ സദ്യയുടെ പ്രത്യേകത എന്തെന്നാൽ ഇത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കേട്ടോ. അങ്ങ് തിരുവിതാംകൂർ മുതൽ ഇങ്ങ് മലബാർ വരെയുള്ള എല്ലാ വെറൈറ്റി ഓഫ് ഡിഷസും എന്റെ സദ്യയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങ് ട്രിവാൻഡ്രത്തുള്ള ബോളിയും പാലക്കാടുള്ള വെണ്ടയ്ക്ക പുളിയും മലബാറിലുള്ള ഞങ്ങളുടെ സ്വന്തം ഉപ്പേരികളും എല്ലാം ഇതിൽ കാണാം. എന്നാൽ കഴിയുന്ന വിധം എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ടുള്ള വീഡിയോസ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും കൂടാതെ ഓരോ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഓണത്തിന് ഷൈൻ ചെയ്യാം. കായ വറുത്തത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: കായ വറുത്തത് പറഞ്ഞാൽ വറുത്തപ്പേരി കേട്ടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ വറുത്തപ്പേരി എന്നാണ് പറയുക. ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: വിളഞ്ഞ പച്ചക്കായ, നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ വറുക്കാൻ ഇഷ്ടമില്ലാത്തവർ എയർ ഫ്രയർ യൂസ് ചെയ്യാം. ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വറുത്തപ്പേരി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ലപോലെ വിളഞ്ഞ പച്ചക്കായ എടുത്ത് അതിൻ്റെ തൊലിയുടെ പുറത്ത് ഇതേപോലെ വരഞ്ഞു കൊടുത്ത് നമുക്ക് തൊലി അടർത്തിയെടുക്കാം. തൊലി അടർത്തിയതിന് ശേഷം ഒരു സ്ലൈസർ എടുത്ത് നമുക്ക് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. വളരെ നാരോ ആയിട്ടാണ് സ്ലൈസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ഹാഫ് പച്ചക്കായ സ്ലൈസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പം ഏറ്റവും ലാഭം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയല്ലേ. ഇനി നമ്മൾ ശർക്കരപ്പേരിയിൽ ചെയ്ത പോലെ തന്നെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളത്തിൽ നമുക്ക് കുറച്ച് നേരം ഈ പച്ചക്കായ സ്ലൈസ് ചെയ്തത് സോക്ക് ചെയ്ത് വെക്കാം. കുറച്ച് നേരം ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചാൽ ഒരു കറയും പോവും, പിന്നെ ഒരു കളറും നമുക്ക് കിട്ടും. ആദ്യം തന്നെ നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് നമുക്കത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന മുഴുവൻ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് വേണം ഇതിലിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഒരു തുള്ളി ഓയിൽ പോലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറില്ല. ഇതിൽ തീരെ ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്ത് കൊടുക്കാം. മെനു എടുത്തിട്ട് അതിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിൽ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ്. 10 മിനിറ്റ്സ് ആയാലും മതി. ഞാൻ കുറച്ച് കൂടുതൽ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. സോ 180ൽ 10 മിനിറ്റ്സ് മതി. 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കുറച്ച് കൂടുതൽ ഡ്രൈ ആയി പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ടൈം 10 മിനിറ്റ്സ് മതിയാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയും കൂടി ആയിരുന്നു കേട്ടോ. സൗണ്ട് കേട്ടില്ലേ? ഇനി നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇതാണ് 0 ഓയിൽ ബനാന ചിപ്സ്. ഓക്കെ, ഇനി നമുക്ക് തനി നാടൻ ശൈലിയിൽ വെളിച്ചെണ്ണയിൽ എങ്ങനെ വറുത്തെടുക്കാൻ നോക്കാം കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടികട്ടിയുള്ള നല്ലൊരു ചീനച്ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ചീനച്ചട്ടി ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച നേന്ത്രക്കായ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അല്പനേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത് വരും. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ. ഈ കിലും എന്നുള്ള സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കോരി മാറ്റാം. ഇത് നമ്മുടെ സൂപ്പർ ആൻഡ് ക്രിസ്പി കായ വറുത്തത് അല്ലെങ്കിൽ വറുത്തപ്പേര് റെഡി ആയിരിക്കുന്നു. നേന്ത്രക്കായ അരിയുമ്പോൾ 2 രീതിയിൽ അരിയാം. ഒന്നിങ്ങനെ വട്ടത്തിലും പിന്നെ ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലും. കോഴിക്കോട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ട് ഇതേപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.